ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നമുക്ക് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കണോ അല്ലേ? അപ്പോൾ എണ്ണയിലൊന്നും ഇല്ലാത്ത പലഹാരമാണെങ്കിൽ എല്ലാവർക്കും ഒരു സന്തോഷവും. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണയൊക്കെ വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേന്ത്രപ്പഴം കായപ്പത്തിരി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം വേണം. അപ്പോൾ അധികം പാകാവാത്തത് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി പാകമായ പഴമൊക്കെ ആണെങ്കിൽ നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റില്ല. ഉന്നക്കായ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കില്ല. അപ്പോൾ അതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആവിക്ക് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കുഴക്കാം ശരിക്കാണ്ടായിട്ട് കിട്ടാറില്ല. അപ്പോൾ അത് കാരണമാണ് ഈ ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 10-15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ആയി കിട്ടും കേട്ടോ. അപ്പോഴത്തേന് ആവി വന്നതാ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ പഴം ആവി വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരണം. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് അധികം ചൂടാറിയിട്ടൊന്നുമില്ല. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള തിരക്കറിയാലോ, നമുക്ക് ചൂടാറാനുള്ള സമയമില്ല. അപ്പോൾ അത് കാരണം ഇതാ ഓരോന്നിങ്ങനെ തൊലി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ആവി കയറ്റിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ തൊലി കളയാതെയാണ് ആവി കയറ്റി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. ഉന്നക്കായ്ക്കൊക്കെ നമ്മൾ ഉടച്ചെടുക്കില്ല. അപ്പോൾ അതുപോലെ ആയിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്കിത് പരത്തിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഓരോ കട്ടകളും നോക്കിയിട്ട് തന്നെ ഉടച്ചെടുക്കണം. അപ്പോൾ ഇതാ ഒരുവിധം എല്ലാം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ച് നോക്കണം കേട്ടോ. കുഴച്ച് നോക്കിയിട്ട് നമുക്ക് ആ ഒരു കുഴക്കണ ഒരു ഭാഗമാവണം. അപ്പോൾ ഇതിൽ നമ്മൾ അരിപ്പൊടി അങ്ങനെ ഒന്നും കൂട്ടണില്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബീഫാണ്. ബീഫ് നമ്മൾ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് വേവിച്ചിട്ട് എടുത്തതാണ്. പിന്നെ സബോളയും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ക്രഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് കൈ കൊണ്ട് പിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, ബീഫല്ലേ. ചിക്കനൊക്കെ ആണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പിച്ചിയാലും അത് പോരും. അപ്പോൾ ഇത് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സബോള ഒന്ന് വഴറ്റിയെടുക്കുക. മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് വാടിയതിൻ്റെ ശേഷം ഇതാ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇല വേണമെങ്കിൽ നമുക്കൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എരിവിനായിട്ട് മുളക് പൊടി എടുക്കണില്ല, പച്ചമുളകും കുരുമുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയാണ് ചതച്ചിട്ട് കൊടുത്തേക്കുന്നത്. ഇനി അതൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇതാ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാലപ്പൊടി, പിന്നെ അതാ കുറച്ച് പെരിഞ്ചീരക പൊടി. അപ്പോൾ ഇത് 3 കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി അതൊന്ന് ഇട്ടതിൻ്റെ ശേഷം നമുക്കൊന്ന് സ്റ്റൗ ഒന്ന് കുറച്ച് വെക്കാം, സിമ്മിലാക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞ് പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റൗ കുറച്ച് വെക്കണത്. ഇനി ഇതാ അതിലേക്ക് ആ ബീഫിൻ്റെ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ബീഫിൻ്റെ ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മസാലകളൊക്കെ ആ ബീഫിൽ പിടിക്കണം. നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വേവിച്ചതാണെങ്കിലും ഈ മസാലകളൊക്കെ ഒന്ന് അതിൽ പിടിച്ച് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് സിമ്മിൽ വെച്ചിട്ട് തന്നെ നമുക്കൊരു 10 മിനിറ്റൊക്കെ ഒന്ന് മസാല ഇതാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ടാലല്ലേ ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അത് കാരണം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുരിഞ്ഞ് വരുമൊന്നും വേണ്ട, മസാല ഒക്കെ നന്നായി പിടിച്ച് വരണ വരെ മതി. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതാ നമ്മുടെ മസാല ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് പഴത്തിൻ്റെ ഒക്കെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ പഴം കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ അരിപ്പൊടിയോ മൈദപ്പൊടി അങ്ങനെ ഒരു പൊടികളും കൂട്ടുന്നില്ല കേട്ടോ, പഴം മാത്രമാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നന്നായി പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റില്ല. ഇനി ഇതിന്ന് വലിയൊരു ഉരുളകളാക്കിയിട്ട് എടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ആക്കിയിട്ട് ഉരുളകളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി വേണമെങ്കിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണൊക്കെ തടവി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ചെയ്യണില്ല, കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ തന്നെ ആയി കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു മസാലക്കൂട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് അത്ര വലിയ പണിയൊന്നുമില്ല. മസാലയൊക്കെ നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ച തിരിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാം, ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തന്നെയാണ് മസാലയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മീതൊന്ന് വെക്കണമെങ്കിൽ കുറച്ചും കൂടി ആ പഴം കുഴച്ചത് വേണമെങ്കിൽ അതും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒരു ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഉന്നക്കായുടെ ഷേപ്പാക്കാം, അല്ലെങ്കിൽ പത്തിരിയുടെ ഷേപ്പാക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വട്ടുപത്തിരി ഒക്കെ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ പത്തിരി, അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇത് കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ പഴത്തിൻ്റെ കൂട്ടായിട്ടില്ലെങ്കിൽ കുറച്ച് പഴം എടുത്തിട്ട് അവിടെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് പത്തിരി പോലെ ആക്കി എടുക്കൊന്നും വേണ്ട. കണ്ടില്ലേ, ഇതുപോലെ എവിടെയെങ്കിലും ഒന്നും ആവാത്തോടത്തൊക്കെ കുറച്ച് പഴത്തിൻ്റെ വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മൾ ആക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് എണ്ണയിലിട്ട് നമ്മൾ വറുത്ത് കോരുമൊന്നുമല്ലല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് ഭാഗത്ത് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് വേഗം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ ആക്കി എടുത്തേക്കുന്നത്. ആ സൈഡൊക്കെ ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, 2 സൈഡും ഇതുപോലെ ആക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് മാറ്റി വെക്കാം.
അപ്പോൾ ഇനി ഇതുപോലെ തന്നെ മറ്റേതും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ബോളാക്കിയിട്ട് എടുക്കണം. ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. അതിൻ്റെ നടുവിലേക്ക് ഈ മസാലക്കൂട്ട് വെച്ച് കൊടുക്കുക. ഇനി അതൊന്ന് മടക്കി ഓരോ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഒന്നത് അടച്ച് വെക്കുക. അപ്പോൾ അതിന് മാവ് കുറവാണെങ്കിൽ, പഴത്തിൻ്റെ ഇത് കുറവാണെങ്കിൽ കുറച്ചും കൂടി പഴം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇനി ബീഫൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ ചിക്കനും വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പഴംപൊരിയും ബീഫും ഇഷ്ടമാണല്ലോ. അപ്പോൾ പഴംപൊരിയും ബീഫും ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതും കൂടി നോക്കുമ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ടേസ്റ്റിന്. പക്ഷേ ഇതാകുമ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ ഉള്ളിൽ, ആ പഴത്തിൻ്റെ ഉള്ളിൽ ഈ മസാലകളൊക്കെ ആയി വരുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഒന്നും ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മളിവിടെ അധികം എണ്ണ ഒന്നും ഉപയോഗിക്കണില്ല. അത് കാരണം നമുക്ക് ഈ നോമ്പിനൊക്കെ എന്തായാലും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഉന്നക്കായുടെ ഷേപ്പിലും ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എടുക്കുക. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഏത് മോഡലിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പത്തിരി പോലെയാണ് ആക്കിയെടുത്തേക്കണത്. ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിൽ ഒഴിക്കാതെയും ഇതൊന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് മുരിപ്പിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഓയിൽ അതുപോലെ തന്നെ അതിലുണ്ട് കേട്ടോ. പഴം കുടിക്കണമെന്നില്ല. അപ്പോൾ ഇനി 3 പത്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒക്കെ വെന്തതാണ്. എന്നാലും നമുക്ക് പഴത്തിൻ്റെ ഒന്ന് മുരിപ്പിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പഴം ഒന്നിലും മുക്കുക അങ്ങനെ ഒന്നും ചെയ്യണില്ല കേട്ടോ. പഴം നേരിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അപ്പുറത്തെ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടായിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഒന്ന് പതുക്കനെ തന്നെ അത് മറിച്ചിട്ട് എടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് 2 സൈഡും ഇതുപോലെ ഒന്ന് കളർ മാറി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നോക്കി നോക്കാം, അടുത്ത ഭാഗം ആയിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാനതെടുത്ത് നോക്കിയപ്പോൾ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ. അപ്പോൾ നമ്മളിത് മീഡിയത്തിലാണ് ഫ്ലെയിം വെച്ച് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് അതുകൊണ്ട് കരിഞ്ഞ് പോവും. നമുക്കിതൊന്ന് മുരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇതായി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ എനിക്ക് ഒറ്റ കയ്യിലോട്ട് കോരിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ 2 ആക്കിയിട്ടാണ് കോരിയെടുക്കുന്നത്. ഇതുപോലെ ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. നല്ല മണമാണ് കേട്ടോ ഈ പഴത്തിൻ്റെയും, പിന്നെ ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് മുരിഞ്ഞ് വരുന്നതിൻ്റെ പഴത്തിൻ്റെ മണവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരം എരിവും ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ്. നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് ഇനി രണ്ടാമത്തതും വെച്ച് കൊടുക്കുന്നത്. അതും ഇതുപോലെ 2 ഭാഗം മറിച്ചിട്ടിട്ട് നമുക്ക് മുരിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് വലിയ പണിയൊന്നും ഇല്ലല്ലോ, നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓയിലൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇനി ലോലിപോപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതെന്തായാലും നമ്മൾ നോമ്പായ 2-3 ചിക്കനൊക്കെ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു കയ്യിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതാക്കിയിട്ട് മോനക്ക് ലോലിപോപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മസാലകളൊക്കെ ആക്കിയിട്ട് ഓയിലിൽ പൊരിച്ചെടുക്കുകയാണ്. ഇവിടെ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് എന്തെങ്കിലും ചിക്കൻ്റെ അവനക്ക് വേണം, എന്നാലാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു സമാധാനം ആവുള്ളൂ. പിന്നെ മക്കൾ കഴിക്കണമല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലോലിപോപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. കുറച്ച് മസാലകളല്ലേ വേണ്ടുള്ളൂ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഞാൻ ഈ നോമ്പായാലും എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക. കുറേ നേരം നിന്നിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ലല്ലോ. അസറിന് ശേഷമാണ് കിച്ചണിൽ കയറുക, അവിടുന്ന് മരിപ്പാകുമ്പോഴത്തേനും പുറത്തേക്ക് ഇറങ്ങും വേണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ലോലിപോപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ട് കൊടുത്താൽ അത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, മസാല പട്ടണമൊന്നും കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു 6:20 ആകുമ്പോഴത്തേനും എല്ലാം റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കായ ബീഫ് പത്തിരി റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ സമൂസ, അത് സ്പെഷ്യലാണ് കേട്ടോ. അത് ഒരു ദിവസത്തെ സമൂസയുടെ മസാലയും പിറ്റേ ദിവസത്തെ ഷവർമ പോക്കറ്റിൻ്റെ മസാല. അപ്പോൾ രണ്ടും കൂടി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാക്കിയിട്ട് അത് സമൂസ ആക്കി എടുത്തു, കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാം കൂടി ടേബിൾ മുകളിൽ കൊടുന്ന് വെച്ചാൽ കേട്ടോ ഒരു സമാധാനമായി വരുള്ളൂ. അല്ലെങ്കിൽ ചായയുടെ കടിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലും ഏത് സമയത്ത് മക്കൾ കഴിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കുള്ളത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സമാധാനമാണ്. അപ്പോൾ ഞാനിവിടെ പട്ടോറി ഉണ്ടാക്കിയിട്ടുണ്ട്, ലോലിപോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഫ്രൂട്ട്സ്, വെള്ളം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. തൈരൊന്നും കാച്ചിട്ടില്ല, നമ്മൾ എന്നും മധുരം കൂടുതലാക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. എണ്ണക്കടികളൊന്നും ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കും. പക്ഷേ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയാലേ സമാധാനമായി വരുള്ളൂ. അപ്പോൾ പഴം, നമ്മുടെ പത്തിരി ഉണ്ടല്ലോ, പഴം ബീഫ് പത്തിരി, അതിങ്ങനെ മുറിച്ച് നോക്കിയപ്പോൾ കണ്ടില്ലേ ഇതുപോലെയാണ് കേട്ടോ. ഉള്ളിൽ മസാല ഒക്കെ ആയിട്ട് പുറത്ത് നല്ല മധുരമായിട്ട്. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാവും കേട്ടോ. ബീഫും പിന്നെ പഴംപൊരിയൊക്കെ കഴിച്ചവർക്കാണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടമാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ലോലിപോപ്പ് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ പോലെയാണോ ചോദിച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഒന്നും കൂടി കൂടും, നമ്മുടെ സ്നേഹം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.